കേരളത്തിലാദ്യമായി NREG വർക്കേഴ്സിന് 8 ലക്ഷം രൂപ നൽകി തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത്. തൊഴിലുറപ്പ് ജോലിക്കിടെ പാമ്പ് കടിയേറ്റ് 1.5 മാസത്തോളം കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന തൊഴിലാളിക്കാണ് 8,04,000 രൂപ കൈമാറിയത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 12-നാണ് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ പാങ്കോണം ചരിവിളപ്പുത്തൻ വീട്ടിൽ തുളസീധരന് തൊഴിലുറപ്പ് ജോലിക്കിടെ പാമ്പ് കടിയേൽക്കുന്നത്. ഉടൻ തന്നെ കൂടെ നിന്ന തൊഴിലാളികൾ അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിർധനരായ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചെലവ്. സുഹൃത്തുക്കളോട് കടം വാങ്ങിയും ആധാരം പണയം വെച്ചുമാണ് തുളസീധരന്റെ ചികിത്സ കുടുംബം നടത്തി വന്നിരുന്നത്. കടത്തിൽ മുങ്ങിയ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പഞ്ചായത്ത് ഇടപെടുകയും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയുമായിരുന്നു ഉണ്ടായത്. തുടർന്ന് കേന്ദ്ര സർക്കാർ 75% ഫണ്ട് അനുവദിക്കാമെന്ന് അറിയിപ്പ് നൽകി. 25% കേരള സർക്കാരും വഹിക്കണം. ഇതേ തുടർന്ന് ഉടൻ പണം നൽകണം എന്നുള്ളതിനാൽ പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും ചെക്കായി 8.4 ലക്ഷം രൂപ തുളസീധരനും കുടുംബാംഗങ്ങൾക്കും കൈമാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തൊഴിലുറപ്പിൽ കിട്ടുന്ന വരുമാനം കൂടെ കൊണ്ടാണ് കുടുംബം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ പണത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുമ്പോൾ നമുക്കും ഒരു മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പത്രത്തിൽ നമ്മുടെ ഇടപെടലിന്റെ ഫലമായിട്ട് ഇപ്പം സാധാരണഗതിയിൽ അവർക്ക് റീഇംബേഴ്സ്മെന്റ് രീതിയിലാണ് സാധാരണ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും വളരെ തുച്ഛമായ തുകയെ കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിവിടെ അവസ്ഥകളെല്ലാം കാണിച്ചുകൊണ്ട് മേയർ നേതൃത്വത്തിലേക്ക് അറിയിച്ചതിന് പ്രകാരം അവർ എല്ലാം പരിശോധിച്ചു. പാമ്പ് കടി ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ ആ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതിന് പ്രകാരം ഈ ഫുൾ തുകയും കൊടുക്കാൻ സന്നദ്ധരാണ്. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ MGയുടെ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക നമുക്ക് എന്നത്തേക്കാണ് എന്ന് പോലും നമ്മളെ ആശങ്കപ്പെടുത്തിയിരുന്നൊരു കാലം. അവർ മറ്റൊരാളുടെ വസ്തുവിൻ്റെ പ്രമാണം ആധാരം വാങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചാണ് ആ രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോരേണ്ടി വന്നത്. അല്ലെങ്കിൽ വീണ്ടും ഈ ചികിത്സ ചെലവ് കൂടിക്കൊണ്ടിരിക്കും. ചടങ്ങിൽ വാർഡംഗം സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷനായിരുന്നു. ചെക്ക് കൈമാറൽ ചടങ്ങ് GS സിന്ധു നിർവഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ജോൺ സറ്റ്മാൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, തുളസീധരന്റെ മക്കൾ എന്നിവർ പങ്കെടുത്തു. കൊണ്ടുചെന്ന് ഒരു 3-4 മണിക്കൂർ വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. പുള്ളിക്കാരന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അപ്പോഴെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ബ്ലഡിനകത്ത് ഈ വിഷത്തിൻ്റെ അംശങ്ങളൊന്നും കാണാനില്ലായിരുന്നു. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ തളർന്ന് വീണത്. അപ്പോഴും തന്നെ അവർ പെട്ടെന്ന് തന്നെ ICUലോട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ എവിടെയെങ്കിലും ഇതിൽ ICU ഫെസിലിറ്റിയുള്ള ഒരു ആംബുലൻസ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.